എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളിൽ പലരും എപ്പോഴെങ്കിലും അനുഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള, എന്നാൽ പലപ്പോഴും വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. മൂത്രാശയ അണുബാധ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന ശുദ്ധീകരണശാലയാണ് മൂത്രാശയ വ്യവസ്ഥ. വൃക്കകൾ, മൂത്രവാഹിനി, മൂത്രസഞ്ചി, മൂത്രനാളി എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ വ്യവസ്ഥയിൽ എവിടെയെങ്കിലും അണുക്കൾ പ്രവേശിച്ച് പെരുകുമ്പോഴാണ് അണുബാധ ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും 4 ലക്ഷണങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മൂത്രമൊഴിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയോ നീറ്റലോ, അടിക്കടി മൂത്രമൊഴിക്കാൻ തോന്നുക, എന്നാൽ വളരെ കുറച്ചു മാത്രം പോകുക, പനിയും അതിനോടൊപ്പമുള്ള വിറയലും, അടിവയറ്റിൽ അനുഭവപ്പെടുന്ന വേദന. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കാരണം കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഈ അണുബാധ വൃക്കകളെ ബാധിക്കാനും ആരോഗ്യനില കൂടുതൽ സങ്കീർണമാവാനും സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുള്ളവർ, മൂത്രത്തിൽ കല്ലുള്ളവർ എന്നിവരിലൊക്കെ അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണയായി മൂത്രപരിശോധന, യൂറിൻ കൾച്ചർ, ആവശ്യമെങ്കിൽ സ്കാനിംഗ് എന്നിവയിലൂടെയാണ് ഡോക്ടർമാർ രോഗനിർണയം നടത്തുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ അസുഖം വരാതെ എങ്ങനെ പ്രതിരോധിക്കാം? ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മൂത്രാശയ അണുബാധയെ നമുക്കൊരു പരിധിവരെ അകറ്റി നിർത്താൻ സാധിക്കും. ഒന്നാമതായി, ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും കുറഞ്ഞത് 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് മൂത്രത്തിലൂടെ അണുക്കളെ പുറന്തള്ളാൻ സഹായിക്കും. മൂത്രം പിടിച്ചുവെക്കാതിരിക്കുക. ഓരോ 2-3 മണിക്കൂർ കൂടുമ്പോൾ മൂത്രം ഒഴിക്കുന്നത് ശീലമാക്കുക. മൂത്രം കെട്ടിനിൽക്കുന്നത് അണുക്കൾക്ക് വളരാനുള്ള സാഹചര്യമൊരുക്കും. വ്യക്തിശുചിത്വം വളരെ പ്രധാനമാണ്. മൂത്രമൊഴിച്ചതിന് ശേഷവും ലൈംഗിക ബന്ധത്തിന് ശേഷവും സ്വകാര്യ ഭാഗങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കുക. വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഓറഞ്ച്, നെല്ലിക്ക പോലുള്ള വിറ്റമിൻ സി ധാരാളമുള്ള ഭക്ഷണങ്ങൾ മൂത്രത്തിന്റെ അമ്ലഗുണം വർദ്ധിപ്പിക്കുകയും അണുബാധയെ തടയാനും സഹായിക്കുകയും ചെയ്യും. അവസാനമായി, വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി വായുസഞ്ചാരം നന്നായി ലഭിക്കുന്ന കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉത്തമം. ഓർക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നതാണ് പ്രധാനം. നന്ദി.